നമസ്കാരം. ഹിന്ദു എക്കണോമിക് ഫോറം എന്ന ഈ സംരംഭക സമന്വയത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ഈ വേദി പങ്കിടാനായി നൽകിയ അവസരത്തിന് ഇതിൻ്റെ ഭാരവാഹികളോട് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ വേദിയിൽ ഇന്ന് ഞായറാഴ്ച രാവിലെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ സംരംഭക ധൈര്യശാലികളെ സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ ശ്രീകുമാരൻ ശ്രീ രാജനോടുമുള്ള അധികമായിട്ടുള്ള സ്നേഹവും അഗേതവുമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തിയെങ്കിൽ തന്നെയും ഈ ക്ഷണത്തിൻ്റെ പുറകിലത്തെ ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇത്തരമൊരു വേദിയിൽ ഇത്തരമൊരു സംരംഭക സമൂഹത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് എനിക്ക് ഈ അവസരം തന്നതെങ്കിൽ തന്നെയും ഇവിടെ പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഇത്തരം ഫംഗ്ഷനുകളെയും ഇത്തരം ഒത്തുചേരലുകളെയും പലരും നോക്കിക്കാണുന്നത് എന്നുള്ളത് ഈ ചടങ്ങിൻ്റെ വലിപ്പം ബോധ്യപ്പെടുന്നതാണ്. എനിക്ക് തോന്നുന്നു മാർച്ച് മാസം 3-ാം തീയതി രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് രാജേട്ടൻ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം 3-ാം തീയതി ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ അന്ന് ഈ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകനായിട്ടുള്ള ജയചന്ദ്രൻ്റെ 80-ാം പിറന്നാൾ ദിവസമാണ്. അപ്പോൾ രാവിലെ കാറിൽ റേഡിയോയിൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന ജയചന്ദ്രൻ്റെ പാട്ടിങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പാട്ട് കേൾക്കലിന് വിഘ്നകാരകനായ രാജൻ അന്ന് എന്നോട് പറഞ്ഞത് ഈ ഹിന്ദു എക്കണോമിക് ഫോറത്തിന് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൽ പ്രസംഗിക്കാനായിട്ട് വരണം, ആ ദിവസം ഒന്ന് ബ്ലോക്ക് ചെയ്യണമെന്ന് പറയാനായിട്ട് രാജൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നൊരു മൂഡ് നഷ്ടപ്പെട്ടെങ്കിൽ തന്നെയും ഞാൻ എന്തോ ആ സമയത്ത് എനിക്ക് പക്ഷേ ആ മൂഡിനകത്ത് ആയതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ശരി എന്തായാലും വരാം, അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞു. ഈ രാവിലത്തെ ഈ സമയത്തൊരു ആൾക്കാരെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു കേൾക്കാനായിട്ടുള്ള ഒരു മൂഡിലേക്ക് വരാത്ത അന്തരീക്ഷം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലത് നമുക്ക് ജയചന്ദ്രനെ പറ്റി സംസാരിക്കാം. ഈ ജയചന്ദ്രനെ പറ്റി സംസാരിക്കുമ്പോൾ മലയാളം കണ്ട ഏറ്റവും മികച്ച ഭാവഗായകരിൽ ഒന്നാമനാണ് അദ്ദേഹം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ പല പ്രോഗ്രാമുകളുടെയും ഫോട്ടോസ് കാണുമ്പോൾ, പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് പലരും പാട്ട് പാടുന്നതാണ്. ഒരുപാട് ഗായകരാൽ സമ്പുഷ്ടമാണ് എന്ന് തോന്നുന്നു ഹിന്ദു എക്കണോമിക് ഫോറം. പക്ഷേ പല ഗായകരെയും ഇന്നിവിടെ കണ്ടില്ല, ഞാൻ ആ പരിചയമുള്ള മുഖങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല പലരെയും. എന്നിരുന്നാൽ പോലും ജയചന്ദ്രനിലൂടെ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം ജയചന്ദ്രനെ പറ്റി സ്മരിക്കാം, ജയചന്ദ്രൻ്റെ ഗാനങ്ങളെ പറ്റി സ്മരിക്കാം. ലെറ്റ് us have some എനർജി ഇൻ ദ റൂം. കുറച്ച് ആഹ്ലാദം അല്ലെങ്കിൽ കുറച്ച് സന്തോഷം, ഒരു പോസിറ്റിവിറ്റി റൂമിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ ഈ മൈക്കുകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരോരോ ടേബിളുകളിൽ ചില ടേബിളുകളിലെല്ലാം മൈക്കുകളുണ്ടാവും. ജയചന്ദ്രനെ പറ്റി ഓർത്താൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഗാനം എന്ന് പറയുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന ഗാനമാണ്. അതാണ് ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് അദ്ദേഹത്തിൻ്റെ പേര്, ജയചന്ദ്രൻ എന്നുള്ള പേര് ആദ്യമായിട്ട് കയ്യൊപ്പോതിപ്പിച്ചത്. പലരും ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഈ ചലച്ചിത്ര ഗാനങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത്. ആകസ്മികമായിട്ട് അതങ്ങനെ കണക്റ്റായി എന്ന് കരുതിയാൽ മതി. നമുക്കതിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരാം. ആ ഗാനം ഒന്ന് പാടാം, നമുക്ക് പാടിയട്ടെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ആർക്കറിയാവുന്നത്? എല്ലാവരുടെ പാടൂ. ജയകുമാർ തുടങ്ങിയട്ടെ. മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അവിടെ നിന്ന് ആ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വന്നപ്പോൾ അടുത്ത ലെവലിലെത്തിയപ്പോൾ വന്ന ഗാനം അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ
ആരു നീ ആരു നീ ദേവതേ. പിന്നീട് വർഷം 2-3 കടന്നപ്പോൾ ജയചന്ദ്രൻ വീണ്ടും മറ്റൊരു ഹിറ്റ് ഗാനവുമായിട്ട് വന്നു. അത് ആരും മൂളിപ്പോകുന്ന കരിമുകിൽ കാട്ടിലെ രജനി തന്മേട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. പിന്നെയും കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ജയചന്ദ്രൻ നമ്മളെ അത്ഭുതപ്പെടുത്തി. എങ്ങനെയെന്നറിയാമോ? ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ആരും പാടുന്നില്ല, എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കാണല്ലേ. ശരി, വീണ്ടും ജയചന്ദ്രൻ പാട്ടുകളുടെ സ്പീഡ് കൂടുകയാണേ. വീണ്ടും ജയചന്ദ്രൻ വന്നു. ശിശിരകാല മേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. വീണ്ടും പ്രായം കൂടുമ്പോൾ ജയചന്ദ്രൻ്റെ ഫാസ്റ്റ്നസ് കൂടുകയാണ്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വീണ്ടും നമ്മൾ ജയചന്ദ്രനെ കേൾക്കുന്നത് ഈ പറഞ്ഞ പല ഗാനങ്ങളും അവാർഡ് ഗാനങ്ങളാണ് കേട്ടോ. പലപ്പോഴും ജയചന്ദ്രൻ അവാർഡ് മേടിച്ചു കൊടുത്ത ഗാനങ്ങളാണിതെല്ലാം. പിന്നെയും ജയചന്ദ്രൻ പാടി തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. മറ്റൊരു ഗാനം സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ. ഞാനീ പാട്ട് പാടാൻ പറഞ്ഞത് ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ആരും പാടിയില്ലെങ്കിൽ ഈ അന്തരീക്ഷം ഉണ്ടാവില്ല. മറ്റൊരു ഗാനം ഹാലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ. ഇങ്ങനെ ഒരുപാട് ഗാനങ്ങൾ പാടി ഒരുപാട് നായകർക്ക് വേണ്ടി ശബ്ദം പകർന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലെ പ്രശസ്തമായിട്ടുള്ള രാസാത്തി ഒന്നേ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടത്, ഇങ്ങനെയുള്ള നിരവധി ഗാനങ്ങൾ പാടി നമ്മളെ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയ ഗായകനാണ് ജയചന്ദ്രൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ സിനിമായകരെ കുറിച്ച് ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ സംരംഭക മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കുന്നതെന്ന്. അതിൻ്റെ കാരണം പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള ശ്രീ ദേവരാജൻ മാഷ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. അന്നെല്ലാം ഗാനങ്ങൾ എഴുതിയതിന് ശേഷമാണ് അതിൻ്റെ ഈണം ഉണ്ടാവുന്നത്. ഇന്നാണ് ഈണത്തിന് ശേഷം ഗാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഗാനം എഴുതി കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം ആ ഗാനം ചുണ്ടുകൊണ്ട് ആദ്യം പാടി നോക്കും. ചുണ്ടുകൊണ്ട് പാടിയിട്ട് ഒരു തൃപ്തി വന്നില്ലെങ്കിൽ അദ്ദേഹം പറയും ഞാനത് തൊണ്ട കൊണ്ട് പാടി നോക്കും. ഈ തൊണ്ട കൊണ്ട് പാടിയിട്ടും എനിക്കൊരു തൃപ്തി വന്നില്ലെങ്കിൽ ഞാനതെൻ്റെ ഹൃദയം കൊണ്ട് പാടി നോക്കും. കാരണം കവിത എഴുതി കഴിഞ്ഞു പോയി, ട്യൂണല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കവിതയിൽ നിന്നാണ് ട്യൂണിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയും ഞാനത് എൻ്റെ ഹൃദയം കൊണ്ട് പാടി നോക്കും. അങ്ങനെ ഞാൻ ഹൃദയം കൊണ്ട് പാടുമ്പോൾ ഒരു മെയിൽ വോയിസ് ആണെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന ശബ്ദം ജയചന്ദ്രൻ്റെ ശബ്ദമായിരിക്കും. ഒരു സ്ത്രീയുടെ വോയിസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന ശബ്ദം അത് പി സുശീലയുടെ ശബ്ദമായിരിക്കും. അപ്പോൾ ഹൃദയം കൊണ്ട് ആലപിക്കുന്ന വ്യക്തിയാണ് ജയചന്ദ്രൻ എന്നാണ് ദേവരാജൻ മാഷ് പറഞ്ഞത്. അതായത് പാട്ട് പാടുകയല്ല, പാട്ട് ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ജയചന്ദ്രനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് പാടുക എന്നുള്ളത്. അദ്ദേഹം ആ തൊഴിൽ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്. എൻ്റെ ചോദ്യം, ഇന്നീ മുറിയിൽ കൂടിയിരിക്കുന്ന വ്യക്തികളിൽ എത്ര പേരാണ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എത്ര ആളുകളാണ് ഹൃദയം കൊണ്ട് നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം.
ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഒരുപാട് പേര് കൈ ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിന് ഉത്തരം തരേണ്ടത് അവരവരല്ല, ഉത്തരം തരേണ്ടത് മറ്റുള്ളവരാണ്. നമുക്ക് പറയാം ഞാൻ ഹൃദയം കൊണ്ടാണ് തൊഴിൽ ചെയ്യുന്നത് പറയാം. പക്ഷേ അത് സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഹൃദയം കൊണ്ട് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ അംഗീകാരം തന്നിട്ടുണ്ടോ എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഏത് തൊഴിലാളിയും ഏത് സംരംഭകനും വിജയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ജയചന്ദ്രൻ നമുക്ക് വിടണ്ട. ജയചന്ദ്രൻ കുറച്ചാൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കാം. കാരണം അദ്ദേഹം കഴിഞ്ഞ വളരെ പാഷനേറ്റായിട്ട്, വളരെ നാളുകളായിട്ട്, വളരെ ഭാവസാന്ദ്രമായിട്ട്, വളരെ ഇമ്പത്തിൽ പ്രണയം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടെല്ലാം ഏകദേശം 60 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. 1-2 അല്ല, 60 വർഷമായിട്ട്. വീണ്ടും എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളിൽ എത്ര പേർക്ക് 60 വർഷക്കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ തൊഴിലിനെ പാഷനേറ്റായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും? 60 വർഷക്കാലം ഒരാൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. 60 വർഷക്കാലം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ തൊഴിലുമായിട്ട്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലിയുമായിട്ട്, അദ്ദേഹം പാടിക്കൊണ്ട് തന്നെയായിരിക്കും, വേറെ ഒന്നും ചെയ്യുന്നില്ല, അതേ ജോലിയുമായിട്ട് ഒരു ബോറും കൂടാതെ, ഒരു പിന്നോക്കം തോന്നാതെ, ഒരു മാനസിക സമ്മർദ്ദവും കൂടാതെ, സന്തോഷത്തോടു കൂടിയിട്ട് പാഷനേറ്റായിട്ട് ക്രിയാത്മകമായിട്ട് 60 വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൊണ്ടുനടക്കാൻ പറ്റുമോ? എത്ര പേർക്ക് സാധിക്കും? ആരും കൈ വരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ജയചന്ദ്രൻ നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങൾ കാണിച്ചു തന്നു. ഒന്ന്, അദ്ദേഹം ഹൃദയം കൊണ്ട് എങ്ങനെയാണ് തൊഴിലെടുക്കുന്നതെന്ന് കാണിച്ചു തന്നു. 2, കൺസിസ്റ്റൻ്റായിട്ട് 60 വർഷക്കാലം അല്ലെങ്കിൽ അത്ര ഒരു നീണ്ട കാലഘട്ടം ആ തൊഴിലെങ്ങനെ ചെയ്തുകൊണ്ട് പോവാം, ഒരു ബോറടിയും കൂടാതെ. എങ്ങനെ? അവനവന് ബോറടി മാത്രമല്ല, കേൾക്കുന്നവർക്കും ബോറടിക്കാതിരിക്കണമല്ലോ. അങ്ങനെ ബോറടിപ്പിക്കാതെ പാടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട 2ാമത്തെ അനുഭവമായിട്ട് വരികയാണ്. 3ാമത്തെ കാര്യം ടെക്നോളജിയുടെ അധിനിവേശമാണ്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടൈപ്പ് റൈറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കമ്പ്യൂട്ടറിലേക്ക് മാറാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതൊക്കെ കേട്ട കാലത്ത് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ ജയചന്ദ്രനിലേക്ക് പോയാൽ അദ്ദേഹം ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഈ ഓർക്കസ്ട്രയ്ക്കും പാടുന്നവർക്കുമായിട്ട് ഒരു മൈക്ക് ഉള്ള കാലത്താണ് പാടുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് 2 മൈക്കായി. ഓർക്കസ്ട്രക്കാർക്കൊരു മൈക്ക്, പാടുന്ന ആൾക്കൊരു മൈക്ക്. കുറച്ചാളുകൾ കഴിഞ്ഞ് പോയപ്പോൾ എവിടെയോ ഇരുന്ന് ഒരാൾ പാടുന്നു, എവിടെയോ ഇരുന്ന് ഒരാൾ സംഗീതം കൊടുക്കുന്നു എന്ന കാലത്തിലായി. ഈ കാലത്തിലെല്ലാം ജയചന്ദ്രന് മാറ്റമൊന്നുമില്ല, അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഗ്രാമഫോൺ റെക്കോർഡായിരുന്നെങ്കിൽ പിന്നീടത്തെ ഗാനം വന്നപ്പോൾ അത് കാസറ്റായി, പിന്നെ അത് MP3 പ്ലെയറായി, CD ആയി, MP3 പ്ലെയറായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പുതിയ ടെക്നോളജിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം ആ ടെക്നോളജി എല്ലാം സ്വാംശീകരിച്ച്, ആ ടെക്നോളജി എല്ലാം കൈക്കലാക്കി, ആ ടെക്നോളജിയുടെ എല്ലാം പിൻബലത്തോടു കൂടിയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് മാറിക്കൊണ്ടുവരുന്ന ടെക്നോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ, മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? എത്ര പേർക്ക് സാധിക്കും? പലരും പറയാമോ പുതിയ ടെക്നോളജിയൊക്കെ നമുക്കിനി സാധ്യതകളില്ല, നമുക്കിനി രക്ഷയില്ല, നമുക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നവരാണ് മഹാഭൂരിപക്ഷം എന്നിരിക്കെ ചോദ്യം, സംരംഭകത്വം ഒരു ജീവിത മാർഗമായിട്ട് സ്വീകരിച്ച് ഈ മുറിയിലിരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ സ്വന്തം തൊഴിലിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെയും ജയചന്ദ്രൻ ഉദാഹരണം എടുത്തേക്കാണ്. 4ാമത്, ജയചന്ദ്രൻ പാടി തുടങ്ങിയപ്പോൾ ആദ്യത്തെ പാട്ടെല്ലാം പാടിയത് MGRനും സത്യൻ സാറിനും നസീറിനും എല്ലാം വേണ്ടിയിട്ടാണ്. അന്ന് ജയചന്ദ്രൻ തീരെ പ്രായം കുറവാണ്. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരുന്ന നായകരെല്ലാം അദ്ദേഹത്തെക്കാളും വളരെ പ്രായമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സാണത്. ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ജയചന്ദ്രൻ്റെ കസ്റ്റമർ യഥാർത്ഥത്തിൽ സിനിമാ താരങ്ങൾ തന്നെയാണല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യനും നസീറിനും MGRനും ഒക്കെ ശേഷം സുധീറും രാഘവനും ജയനും എല്ലാം മലയാള സിനിമയിൽ വന്നു. അപ്പോഴും ജയചന്ദ്രൻ അവർക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്നു. കാലം നീങ്ങിപ്പോയി, സുകുമാരനും സോമനും എല്ലാം നായകന്മാരായിട്ട് വന്നു. അപ്പോഴും ജയചന്ദ്രൻ അവർക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്നു. കാലം കുറച്ചുകൂടെ പോയി, മോഹൻലാലും മമ്മൂട്ടിയും വന്നു, ജയചന്ദ്രൻ പാടി. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും വന്നു, അവർക്ക് വേണ്ടിയും ജയചന്ദ്രൻ പാടി. ഒടുവിൽ വിനീത് ശ്രീനിവാസിന് വേണ്ടി വരെ ജയചന്ദ്രൻ പാടി. അപ്പം ജയചന്ദ്രൻ 80 വയസ്സായി, 20 വയസ്സുള്ള വിനീത് ശ്രീനിവാസിന് വേണ്ടിയിട്ട് ജയചന്ദ്രൻ പാടുകയാണ്.
കസ്റ്റമേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സ് ചെറുതായി വരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി വരുന്നു, ഒരു മാറ്റവുമില്ല. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഫാസ്റ്റായിട്ട് പാടാൻ തുടങ്ങി, കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള, കൂടുതൽ ആ തലമുറയ്ക്ക് വേണ്ട ഗാനങ്ങളിലേക്കും, നമ്മൾ കേൾക്കുന്നവരും കസ്റ്റമേഴ്സ് തന്നെയാണ്, കേൾക്കുന്നവർക്ക് വേണ്ട ഗാനങ്ങളിലേക്ക് അദ്ദേഹം മാറി. നമ്മളിൽ എത്ര പേർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ പ്രയത്നം തിരിച്ചുവിടാനായിട്ട് സാധിക്കും? വളരെ കുറച്ച് പേർക്ക് സാധിക്കുള്ളൂ. അവിടെയാണ് ജയേന്ദ്രൻ വീണ്ടും നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് നിൽക്കുന്നത്. ഒരാൾ കാണിച്ചു തരാണ് ഒരു ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിക്ക് അനുസരിച്ചിട്ട്, മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് തൻ്റെ തൊഴിൽ ഹിറ്റാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും. എപ്പോഴും ഹിറ്റുകൾ സൃഷ്ടിക്കുകയാണുള്ളൂ. എനിക്ക് ഓർമ്മയിൽ പറയുകയാണെങ്കിൽ, ഞാൻ 23-24 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റ് പണിയുമ്പോൾ അന്ന് ഫ്ലാറ്റ് മേടിക്കുന്ന ആൾക്കാർ മിനിമം 55-60 വയസ്സുള്ളവരായിരിക്കും. ആ പ്രായത്തിലുള്ളവരാണ് അന്ന് ഫ്ലാറ്റ് മേടിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഫ്ലാറ്റ് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ പറയും, ഒരു പയ്യൻ ഫ്ലാറ്റ് വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട്, ഹൗ സീരിയസ് യു ആർ, എത്ര സീരിയസ് ആണ് ഇയാളെന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ കാണുള്ളൂ. കാരണം അന്ന് 23 വയസ്സിൽ 24 വയസ്സിൽ നമ്മൾ പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളും തമ്മിലുള്ള പ്രായവ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 30-35 വയസ്സാണ്. കാരണം 55 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോഴാണ് ആൾക്കാരൊന്ന് ഫ്ലാറ്റ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇന്ന് നമുക്ക് 50 വയസ്സ് കഴിയുമ്പോൾ 27-28 വയസ്സുള്ള കുട്ടികളാണ് ഫ്ലാറ്റ് മേടിക്കുന്നത്. ഇന്ന് എൻ്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ടെക്നോ പാർക്കിലൊക്കെ ജോലി കിട്ടുന്ന ആദ്യത്തെ കുട്ടികളാണ്. അപ്പോൾ അവർ ഫ്ലാറ്റ് മേടിക്കാൻ വരുമ്പോൾ ഞാൻ വയസ്സായി, എൻ്റെ കസ്റ്റമർക്ക് ചെറുപ്പമായി. ഇത് തന്നെയാണ് ജയേന്ദ്രൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. ജയേന്ദ്രൻ ആദ്യമായിട്ട് പാടുമ്പോൾ പ്രായമായ ആൾക്കാർക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുകയും പിന്നീട് ജയചന്ദ്രൻ പ്രായമായപ്പോൾ വളരെ യങ്ങായിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ തലമുറയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ രീതിക്ക് അനുസരിച്ച് പാടാൻ തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളുടെ തൊഴിലിനെ സമീപിക്കുന്നത് ഹൃദയം കൊണ്ടാണെങ്കിൽ, നമ്മൾ നമ്മുടെ തൊഴിലിനെ സമീപിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയാണെങ്കിൽ, നമ്മൾ നമ്മുടെ തൊഴിലിനെ സമീപിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചികൾക്ക് അനുസൃതമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതാണ് ജയേന്ദ്രൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചത്. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, പത്തനംതിട്ടയിലുള്ളൊരു പ്രമുഖ അഭിഭാഷകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ എഴുതി വച്ചത്, ഞാൻ മരിച്ച് എൻ്റെ സംസ്കാരം നടക്കുന്ന സമയം വരെയുള്ള സമയത്ത്, മേ ബി ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂറുകൾ സമയത്ത് മുഴുവൻ നേരവും എൻ്റെ ഡെഡ് ബോഡിയുടെ സമീപത്ത് ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനം പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പോൾ ആ കസ്റ്റമർ മരിച്ചു, ജയചന്ദ്രൻ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി മരിച്ചിട്ടും മരണശേഷവും അയാൾ ആവശ്യപ്പെടുന്നത് ജയചന്ദ്രൻ്റെ ഗാനം അവിടെ ആ പാട്ടേന്ന് വെച്ചാൽ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഈ ഗാനം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിയുന്നവരെ അവിടെ പാടിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഒരാൾ എഴുതി വെച്ചത്. ഇതിലും വലിയൊരു അംഗീകാരം ഒരു ഗായകന് ലഭിക്കാനുണ്ടോ? ഇതിലും വലിയ അംഗീകാരം ലഭിക്കാനില്ല ആക്ച്വലി. കാരണം അദ്ദേഹം മരണശേഷവും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജയേന്ദ്രൻ്റെ ശബ്ദമാണ്. നിങ്ങളുടെ എത്ര കസ്റ്റമേഴ്സ് മരണശേഷം നിങ്ങളെ പറ്റിയിട്ടൊരു വാചകം എഴുതി വച്ചിട്ട് മരിക്കും? ഏതെങ്കിലും കസ്റ്റമർ എഴുതി വയ്ക്കുമോ, എൻ്റെ ശവസംസ്കാരത്തിന് മുമ്പായിട്ട് ഇന്ന വ്യക്തിയെ എന്നെ കാണാൻ അനുവദിക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചറിയിക്കണമെന്നോ എഴുതി വയ്ക്കാനായിട്ട് തയ്യാറോ? അങ്ങനെ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അസറ്റ് ഹോംസിലെ ഒരു താമസക്കാരൻ, ഞങ്ങളുടെ ഇന്ന് ഫ്ലാറ്റ് മേടിച്ചൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരണോത്തരത്തിൽ എഴുതി വയ്ക്കുകയാണ്, എൻ്റെ കാലശേഷം അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അസറ്റ് ഹോംസിൻ്റെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കണമെന്ന് എഴുതി വെച്ചാൽ എനിക്കതിനേക്കാളും വലിയ അംഗീകാരം ലഭിക്കാൻ വേറൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു വലിയ ഗാഠമായിട്ടുള്ള, വലിയ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം
ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യക്തി പുലർത്തുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജയചന്ദ്രന് ലഭിച്ച അംഗീകാരം. ഇതേപോലെ ഇതേ അംഗീകാരം ലഭിച്ച ആൾ യേശുദാസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ അദ്ദേഹത്തെ വിസ്മരിക്കാൻ പാടില്ല. കാരണം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട MLA PT തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ വെച്ചിരുന്ന ഗാനം യേശുദാസിൻ്റെ ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നുള്ള ഗാനമാണ്. ആ പാട്ടാണ് മുഴുവൻ നേരം പാടിച്ചുകൊണ്ട്. കാരണം PT തോമസ് അങ്ങനെ എഴുതി വെച്ചിരുന്നു, എൻ്റെ ഡെഡ് ബോഡി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ള ഗാനം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ മനുഷ്യർക്കെല്ലാം, ഈ യേശുദാസിനും ജയചന്ദ്രനുമെല്ലാം എങ്ങനെ ഇത്രമാത്രം മനുഷ്യ മനസ്സുകളെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സമയമൊന്നുമില്ല ഒന്നും ചെയ്യാനായിട്ട്. നമുക്ക് വളരെ തിരക്കാണ്. നമുക്ക് ഈ കസ്റ്റമറെ കാണാനോ കസ്റ്റമറെ മനസ്സിലാക്കാനോ കസ്റ്റമേഴ്സിന് വേണ്ടത് ചെയ്തു കൊടുക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. നമുക്ക് വലിയ തിരക്കാണ്. പക്ഷേ ഒരു മനുഷ്യായുസ് തന്നെ അവർക്കുള്ളൂ, ഒരു മനുഷ്യായുസ് തന്നെ നമുക്കുള്ളൂ. ആ മനുഷ്യായുസിനുള്ളിൽ ഈ വ്യക്തികൾ എങ്ങനെ ഇതിനെല്ലാം സമയം കണ്ടെത്തി, എങ്ങനെ ഇതെല്ലാം ചെയ്തു തീർത്തു. ചില ഇപ്പോൾ യേശുദാസിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിർത്തില്ല. കാരണം യേശുദാസിൻ്റെ കസ്റ്റമേഴ്സ് മനുഷ്യർ മാത്രമല്ല, ദൈവങ്ങളുമുണ്ട്. ഗുരുവായൂർ പോകാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? രാവിലെ 3 മണിക്ക് ഗുരുവായൂർ തൊഴുവാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നട തുറക്കുന്നതിന് മുമ്പ് നമുക്കൊരു 4 വരി കേൾക്കാം. ഗുരുവായൂരപ്പൻ ഉണർക്കം എഴുന്നേക്കാൻ പോകട്ടോ. ഗുരുവായൂരപ്പൻ ഉണർക്കം എഴുന്നേൽക്കുന്നത് യേശുദാസിൻ്റെ ശബ്ദം കൊണ്ടാണ്. ശരിയല്ലേ? ഏതാണ് ഗാനം? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാധിപത്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥകം ബ്രഹ്മതത്വം തത്വാവദ്ധാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നാരായണീയം പാടുന്ന യേശുദാസാണ്. പക്ഷേ യേശുദാസിനകത്ത് കേട്ടിട്ടില്ല. വേറെ കാര്യം, യേശുദാസിൻ്റെ 4 വരി കേട്ടാലേ ഗുരുവായൂർ നട തുറക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് യേശുദാസ് എന്ത് ചെയ്യും? നേരെ കിഴക്കേ സ്റ്റാൻഡിൽ പോയിട്ട് ബസ് പിടിച്ച് എരുമേലിൽ പോയി പമ്പയ്ക്കുള്ള ബസ് കയറി രാത്രി 10 മണി കഴിയുമ്പോൾ ശബരിമലയിലെത്തും. എന്തിനാണെന്നറിയോ? സ്വാമി അയ്യപ്പനെ കിടത്തി ഉറക്കാൻ. അവിടെയും കേൾക്കുന്നത് യേശുദാസിൻ്റെ ശബ്ദമാണ്. ഏതാ? ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇതൊക്കെ ഒരു മനുഷ്യായുസ്സിൽ ഇവർ നേടിയെടുത്ത അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ നേടിയെടുത്ത അനുഗ്രഹങ്ങളാണ്. ദൈവത്തെ പാടി ഉറക്കാനും ഉണർത്താനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ നാളുകൾ, എത്രയോ നൂറ്റാണ്ടുകൾ ഈ അമ്പലങ്ങളെല്ലാം നിലനിൽക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങളിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ഒരു വ്യക്തി പാടിയ ശബ്ദമാണ് അവിടെ ആദ്യം കേൾക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി പാടിയ ശബ്ദം കൊണ്ടാണ് അവിടെ നടയടയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഇവർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചു? നമുക്കൊന്നും എന്താ പറ്റാത്തത്? നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. നമ്മളൊക്കെ വലിയ ആൾക്കാരെ നമ്മൾ സ്വയം ധരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്കൊന്നും ഇതിൻ്റെ ഒന്നും ഒരു 100 അയൽവകത്ത് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിട്ടും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. യേശുദാസിനെയും ക്രിട്ടിസൈസ് ചെയ്യും, ജയചന്ദ്രനെയും ക്രിട്ടിസൈസ് ചെയ്യും. ശരിയായില്ല, ഇടയ്ക്കൊന്ന് വലിയേണ്ട ശബ്ദം എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ 2 പേരെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 2 പേരിലും കാണുന്ന ഒരുപാട് ഒരേപോലത്തെ ഗുണഗണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഠിനാധ്വാനമാണ്. ഐ തിങ്ക് ആ PPT ഒന്ന് ഉണക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഠിനാധ്വാനം ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് അതാണ് ഞാൻ പറഞ്ഞത്, കമ്മിറ്റ് ഹോൾ ഹാർട്ടഡ്ലി. അവർ ചെയ്യുന്ന തൊഴിലിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാണ്. 2, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള ദൃഢനിശ്ചയമുള്ള ആൾക്കാരാണ്. 3, ഒരു ഗാനം പിറക്കുമ്പോൾ ഗായകൻ മാത്രം വിചാരിച്ച പോരാ. അതിന് പറ്റിയ എഴുതുന്ന ആൾ വേണം, പറ്റിയ സംഗീത സംവിധായകൻ വേണം, നല്ല റെക്കോർഡിംഗ് സിസ്റ്റം വേണം, ടെക്നോളജി വേണം. അപ്പോൾ മികച്ച കൂട്ടുകെട്ടലുകൾ കണ്ടെത്താൻ സാധിക്കണം. മികച്ച കൂട്ടുകെട്ടലുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മളിലുള്ള കഴിവിനെ അല്ല നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ടത്.
എന്താണോ നിങ്ങളിൽ ഇല്ലാത്ത കഴിവെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ആ ഇല്ലാത്ത കഴിവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് മികച്ച കൂട്ടുകെട്ടുകളുണ്ടാവുക. അല്ലാതെ ഞാനും എൻ്റെ സുഹൃത്തും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല കൂട്ടുകെട്ടലാവില്ല. അത് കാരണം എനിക്കറിയാവുന്ന സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് എൻ്റെ സുഹൃത്തിനും അറിയാവുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാൻ പാടില്ലാത്ത അക്കൗണ്ടിങ്ങോ എനിക്കറിയാൻ പാടില്ലാത്ത മാർക്കറ്റിങ്ങോ ആണ് എൻ്റെ സുഹൃത്തെങ്കിൽ ചിലപ്പോൾ പക്ഷേ അത് മികച്ച കൂട്ടുകെട്ടലാവും. അപ്പോൾ തന്നിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള മികച്ച കൂട്ടുകെട്ടുകൾ കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം ഇവർ ചെയ്തതാണ് ജീവിതത്തിൽ. നവീനത്വവും നൂതനത്വവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ഇന്നവേഷൻസ് വരണം. അപ്പോഴാണ് വലിയ ഫാസ്റ്റായിട്ടുള്ള പാട്ടുകളും എല്ലാം വരുന്നത്. ദൈവാനുഗ്രഹവും ഗുരുത്വവും വേണം. ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യേശുദാസും ജയചന്ദ്രനും എല്ലാം ചെയ്തതുപോലെ വൻ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓരോ സംരംഭകനും സാധിക്കും. ഞാനത് കണക്ട് ചെയ്യണം. സംരംഭകത്വവും ഒരു തൊഴിലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കും വേണ്ടതെല്ലാം തന്നെയാണ്. മികച്ച കഠിനാധ്വാനം, ദൃഢനിശ്ചയം, മികച്ച കൂട്ടുകെട്ടലുകൾ, നവീനത്വവും നൂതനത്വവും, പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടാവണം. നമ്മൾ ഈ പ്രാചീന ഭൂതകാലത്തിലേക്ക് പോയി ചാണക്യൻ്റെ വചനങ്ങൾ കേട്ടാൽ അതിലിങ്ങനെയാണ് പറയുന്നത്: യഥാ ചതുർഭ്യം കനകം പരീക്ഷതേ നികർഷണച്ഛേദന താപതാടനെ തഥാ ചതുർഭ്യം പുരുഷ പരീക്ഷതേ ശ്രുതേന ശീലേന കുലേന കർമ്മണി. Just like as the purity of gold is tested by means of rubbing, cutting, burning and beating, the entrepreneur is tested by learning, ജ്ഞാനം, കോണ്ടക്ട്, സ്വഭാവം, പെഡിഗ്രി, ജനിതകം, പാരമ്പര്യം എന്നൊക്കെ പറയാം, ആൻഡ് ആക്ഷൻ. ആക്ഷൻ മീൻസ് കർമ്മനിർവഹണം. അപ്പോൾ ഒരു സ്വർണം എങ്ങനെയാണ് അതിനെ ചൂടാക്കി അതിനെ തട്ടി വലിച്ച് ഒടിച്ച് എല്ലാം ഒരു നല്ല ഓർണമെൻ്റാക്കി മാറ്റുന്നത് എന്നതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒരു നല്ല സംരംഭകനായി കണക്കാക്കപ്പെടുന്നു പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഗുണഗണങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സംരംഭകൻ്റെ ലക്ഷണങ്ങളായിട്ട് മാറും. അത്തരം ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പിന്നീട് മികച്ച ബ്രാൻഡുകളായിട്ട് മാറുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ആ സ്വഭാവം ആർജിക്കാൻ തുടങ്ങും. അവർ ആ ഗ്രൂപ്പ് അങ്ങനെയായിട്ട് മാറും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വരും. അവിടെ അവരൊരു വേ ഓഫ് ഡൂയിങ് വരും. അതെല്ലാം ഇതിലധിഷ്ഠിതമായിരിക്കും. അങ്ങനെയാണ് മികച്ച ബ്രാൻഡുകൾ ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ് വിജയമാകുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം ബിസിനസ് വിജയമാവില്ല. കാരണം ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളും എല്ലാം ഉള്ള ഈ വേദിയിൽ സൗന്ദര്യത്തെപ്പറ്റി കൂടി പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. ഈ പഴയ പ്രസിഡൻ്റായിരുന്ന ശ്രീ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു റിയലി വാണ്ട് ടു ലുക്ക് ഹാൻസം ഗീവ് യുവർ ഹാൻഡ് ടു സം എന്നാണ്. നിങ്ങൾ സുന്ദരനായിരിക്കണമെങ്കിൽ ഇഫ് യു റിയലി വാണ്ട് ടു ലുക്ക് ഹാൻസം ഗീവ് യുവർ ഹാൻഡ് ടു സം. നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആവശ്യക്കാരുണ്ട്, അവരിലേക്ക് നിങ്ങളുടെ കൈ ചെല്ലണം. അതുകൂടെ ചെല്ലുമ്പോഴേ സംരംഭത്വം പൂർണ്ണമുള്ളൂ. അപ്പോൾ സംരംഭത്വം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും മികച്ച കൂട്ടുകെട്ടലുകളിലൂടെയും ഒപ്പം തന്നെ നവീനത്വവും നൂതനത്വവുമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെയും എല്ലാം മുന്നോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ഒപ്പമുള്ള മറ്റുള്ള ആൾക്കാർ കൂടി ഉള്ളതാണെന്ന് തിരിച്ചറിയാനും അവരിലേക്ക് നിങ്ങളുടെ കൈ നീളാനും കൂടെ പോകുമ്പോഴാണ് മികച്ച സംരംഭകരാവുന്നത്. അങ്ങനെ സംരംഭകർ വിജയിക്കുന്ന, സംരംഭകത്വം വിജയിക്കുന്ന, തൊഴിലാളികളും മുതലാളികളും വിജയിക്കുന്ന, ഗുണപരമായ വഴികളിലൂടെ ഒരു സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം പടുത്തുയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബിൽഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള മഹത്തായ കർത്തവ്യമാണ് ഈ ഹിന്ദു എക്കണോമിക് ഫോറം പോലുള്ള സംഘടനകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർക്കല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരാനൊന്നും പറ്റുമൊന്നുമില്ല. B2B ബിസിനസ് മീറ്റിനകത്ത് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാമെന്നുള്ളതിനപ്പുറം നിങ്ങൾ ബിസിനസ് നടത്തി ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ സാധിക്കില്ല. ബട്ട് ദേ ക്യാൻ ഗീവ് യു ആൻ എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും. ആ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വികസിക്കാൻ സാധിക്കും. ഈ കാട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കാടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൽ പോയിട്ട് ഒരു കിളി അതിൻ്റെ ചിറകിൽ വെള്ളം മുക്കിയിട്ട് ആ തീയുടെ മുകളിൽ വന്നിങ്ങനെ
ചിറകടിച്ച് ഓരോ തുള്ളി വെള്ളം ഉപയോഗിച്ച് കിടത്താൻ ശ്രമിക്കുന്നൊരു കഥയുണ്ട്. ഒരിക്കലും എത്ര വെള്ളം തൂവിക്കഴിഞ്ഞാലും ആ കിളി എത്ര വെള്ളം തൂവിയാലും ആ കാട്ടിലെ തീ കെടുത്താനായിട്ട് കിളിക്ക് സാധിക്കില്ല. എന്നിട്ടും ആ കിളി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിദ്ദു കൃഷ്ണമൂർത്തിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചില്ലേ? എന്തോരം സ്ഥലത്ത് പോയി നിങ്ങൾ പ്രസംഗിച്ചിരിക്കും? നിങ്ങളുടെ അത്രയും പ്രസംഗിച്ചിരിക്കുന്ന ആളില്ല. എത്രയോ ആൾക്കാരായിട്ട് നിങ്ങൾ സംവദിച്ചിരിക്കുന്നു, എത്രയോ ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഒരു പൂവിനോട് എന്തിനും പൂത്തു എന്ന് ചോദിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു എക്കണോമിക് ഫോറം പോലുള്ള സംഘടനകൾ അതിൻ്റെ ചെറിയ ചിറകിൽ കിട്ടാവുന്ന വെള്ളം കൊണ്ടുവന്ന് ഈ തീയിലിങ്ങനെ തെളിച്ചുകൊണ്ടേയിരിക്കണം, ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എളിയ ശ്രമം അവിടെ ഉണ്ടാകും. അത് ഇവിടെ കൂടിയിരിക്കുന്ന ചിലരെയെങ്കിലും പ്രചോദിപ്പിക്കും, ചിലരെയെങ്കിലും വളർത്തിയെടുക്കും, ചിലരെങ്കിലും വലിയ സംരംഭകരായിട്ട് മാറിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഈ പൂവ് പൂത്തുകൊണ്ടേയിരിക്കട്ടെ, ഹിന്ദു എക്കണോമിക് ഫോറം എന്ന് പറയുന്ന വൃക്ഷത്തിലെ പൂക്കൾ പൂത്തുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഈ ലോകം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലോകത്ത് സംരംഭത്വം ഉണ്ടാവണം. കാരണം എല്ലാവരും ജോലിക്കാരൊന്നുമല്ല, എല്ലാവർക്കും ശമ്പളം കൊടുക്കാനും എല്ലാവർക്കും ആഹാരം കൊടുക്കാനൊന്നും ഗവൺമെൻറ് സാധിക്കില്ല. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽദായകരെന്ന് പറയുന്നത് സംരംഭകരാണ്. അപ്പോൾ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ജീവിത രീതി അത് നിലനിന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നലെകളെ സജീവമാക്കി നിലനിർത്തിയവരാണ് നാളെ പ്രത്യാശപൂർണ്ണമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംരംഭകത്വം നിലനിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം സംരംഭകൻ്റെ മാത്രമല്ല, ഒരു ഓണ്ടർപ്രണറിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല അയാളുടെ ബിസിനസ് നിലനിൽക്കുക എന്നുള്ളത്. അയാളുടെ ബിസിനസ് നിലനിൽക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന് മൊത്തത്തിലുണ്ട്. അല്ലാതെ ഞാനൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിലനിർത്തുകയും അത് ലാഭകരമാക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നിൽ മാത്രമല്ല, പകരം എൻ്റെ കസ്റ്റമേഴ്സിലുണ്ട്, എൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സിലുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ സംരംഭകത്വം എന്ന് പറയുന്നൊരു സൗന്ദര്യത്തോടെ നിലനിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നിലനിൽക്കുന്ന സംരംഭങ്ങളാണ് ഒരുപാട് പേർക്ക് സമൂഹത്തിൽ തൊഴിൽ പ്രദാനം ചെയ്യുന്നതും സാമ്പത്തികമായിട്ട് ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സരണിയിലും ഓരോ കാലഘട്ടത്തിലും ഒരുപാട് നായകന്മാർ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ചിത്രരംഗത്ത് അമിതാഭ് ബച്ചൻ ഉണ്ടായിട്ടുണ്ട്, രജനീകാന്ത് ഉണ്ടായിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഗാനരംഗത്ത് യേശുദാസും ജയന്തനും എല്ലാം ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്ത് നരേന്ദ്രമോദിയും പിണറായി വിജയനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് രംഗത്ത് അത്തരമൊരു പേര് പറയുകയാണെങ്കിൽ അത് ശ്രീ രത്തൻ ടാറ്റയുടെ നാമമാണ്. രത്തൻ ടാറ്റയുടെ നാമം ഞാനിവിടെ പറയാൻ കാരണം വളരെ അനശ്വരമായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനപൂരിതമായിട്ടുള്ള ആദരണീയമായിട്ടുള്ള അനുകരണീയമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള നാമമാണ് രത്തൻ ടാറ്റയുടേത്. കാരണം സംരംഭകത്വം എന്ന കലയിലെ ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കഥ, അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടാറ്റയും ഫോർഡും തമ്മിലുണ്ടായൊരു മത്സരത്തിൻ്റെ കഥയാണിത്. അതായത് ശ്രീ രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ 1998 1998 ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഡിസൈനിലുള്ള പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു കാറ് വിപണിയിലിറക്കി. നിങ്ങൾക്കറിയാമായിരിക്കും, ടാറ്റ ഇൻഡിക്ക മാർക്കറ്റിൽ വരികയാണ്. പക്ഷേ വിചാരിച്ച പോലെ ഈ കാറ് വിപണിയിൽ വിറ്റുപോയില്ല. വിറ്റുപോയ കാറുകളെല്ലാം പലപ്പോഴും നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ കിടപ്പുണ്ടാവും. എവിടെയെല്ലാം ഒരു കാറ് ബ്രേക്ക് ഡൗണായി കിടക്കുന്നുണ്ടോ അതെല്ലാം ടാറ്റയുടെ ഇൻഡിക്കയായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം ഫോർഡിൻ്റെ ഉടമസ്ഥന്മാരുമായിട്ട് 99 തന്നെ, അതായത് ഈ കാറ് പുറത്തിറങ്ങി അടുത്ത വർഷം തന്നെ ഈ കാർ പ്ലാന്റ് മൊത്തമായിട്ട് ഫോർഡിന് കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് പോവുകയും അവിടെ വെച്ച് അമേരിക്കയിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഫോർഡിൻ്റെ ചെയർമാൻ ചോദിച്ചു, നിങ്ങൾക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്താൽ പോരെ, എന്തിനാണ് നിങ്ങൾ കാറുണ്ടാക്കാൻ പോയത് എന്ന് ചോദിച്ചു. അത് വളരെ കളിയാക്കുന്ന രീതിയിലാണ് ചോദിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ ശ്രീ ടാറ്റ അവിടെ നിന്ന് തിരിച്ചു വരികയും ഒരു ദൃഢനിശ്ചയം എടുക്കുകയും ചെയ്തു. എന്തായിരുന്നു ദൃഢനിശ്ചയം എന്ന് വെച്ചാൽ, ഈ പ്ലാന്റ് ഞാൻ ഇനി വിൽക്കുന്നില്ല, ഈ പ്ലാന്റ് ഞാൻ പുനരുദ്ധരിക്കാൻ പോവുകയാണ്. ഈ പ്ലാന്റിൽ ലോകത്തിലെ ഏറ്റവും മഹോത്തരമായിട്ടുള്ള കാറുകൾ ഇറങ്ങുന്ന ഒരു കാലം വരും, ആ കാലത്തിലേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന തീരുമാനത്തോടു കൂടിയിട്ട് അദ്ദേഹം
ആ പ്ലാന്റുമായി മുന്നോട്ട് പോവുകയും 2008 അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം വരികയും ഫോർഡ് കമ്പനി പാപ്പരാവുകയും ചെയ്തപ്പോൾ ശ്രീ രത്തൻ ടാറ്റ മുന്നോട്ടേക്ക് വന്ന് ഫോർഡിൽ നിന്നും ജാഗ്വാറും ലാൻഡ് റോവർ ബ്രാൻഡുകൾ $2.23 ബില്യൺ കൊടുത്ത് വാങ്ങുകയും അന്ന് ഇതേ ഫോർഡിൻ്റെ ചെയർമാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ചെയ്ത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്, യു ഹാവ് ഡൺ എ ചാരിറ്റി ടു അസ്. കാരണം ഞങ്ങളുടെ ഈ പ്ലാന്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ടെക്നോളജി വാങ്ങിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ സഹായഹസ്തവുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഉള്ളത് ചരിത്രമാണ്. JLR വാങ്ങുവഴി ടാറ്റ വലിയ ഉപകാരമാണ് ചെയ്തത്. കാലം കാത്തുവച്ച പ്രതികാരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇന്ന് ഇന്ത്യയിലെ ഫോർഡിൻ്റെ പ്ലാന്റ് വിറ്റവർ പോയപ്പോഴും അതും വാങ്ങിയത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ആഗോള ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൽ വലിയ സ്ഥാനം ടാറ്റ മോട്ടോഴ്സ് നേടി. അവരുടെ ജോയിൻ വെഞ്ചറുകളെല്ലാം ഇതിന് സാക്ഷ്യമാണ്. ബ്രസീലിലെ മാർക്കോപോളോ ബസ്സും സൗത്ത് കൊറിയയിലെ ദേവൂഡ് ട്രക്കും ഫിയറ്റ് ക്രിസ്ലറും ഹിറ്റാച്ചി ഹെവി മെഷീൻസും കൂടാതെ എയറോസ്പേസ് ഡിഫൻസ് ഡിവിഷനെല്ലാമായിട്ട് ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഭാരതരത്നം കൊടുത്ത് അനുമോദിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ അറിയപ്പോലും ചെയ്യാത്ത പല ആൾക്കാരും ഭാരതരത്ന ജേതാക്കളായിട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംരംഭത്വ സമൂഹത്തെ ആദരിക്കാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാരതരത്നം കൊടുക്കേണ്ടത് ടാറ്റയ്ക്കാണ്. കാരണം പത്മഭൂഷണം പത്മവിഭൂഷണം വരെയൊക്കെയായി, പക്ഷേ ഭാരതരത്നം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം അദ്ദേഹമാണ് ഇന്ത്യയിലെ ജനങ്ങളെ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ടെങ്കിൽ, കഠിനാധ്വാനമുണ്ടെങ്കിൽ, നവീനത്വമുണ്ടെങ്കിൽ, നൂതനത്വമുണ്ടെങ്കിൽ, പുതിയ കൂട്ടാളികളെ കണ്ടെത്താനുള്ള കഴിവുണ്ടെങ്കിൽ വിജയിക്കാമെന്ന് ജീവിച്ച് തെളിയിച്ച മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംരംഭകർ ഈ മുറിയിലുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ടാറ്റയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ക്വാളിറ്റി കൂടെ ഉണ്ട്. ആ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും അത് തിരുത്താനും അദ്ദേഹം തയ്യാറായിടത്താണ് അദ്ദേഹം വിജയിച്ചത്. കാറ് പണിത് ആദ്യത്തെ കാർ, ഇന്ത്യക്ക് ആ കാർ തെറ്റിപ്പോയി, അല്ലാതെ ശരിയാണെന്ന് വാദിക്കാൻ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം മനസ്സിലാക്കി അതിനകത്തൊരു തെറ്റുണ്ട്, ആ തെറ്റ് തിരുത്തണം, ആ തെറ്റ് മനസ്സിലാക്കണം, അത് തിരുത്തണം, അത് കറക്റ്റ് ചെയ്യപ്പെടണം, വിജയം നേടണം. ഈ വടക്കേ ഇന്ത്യയിൽ പ്രശസ്തമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്, ഫൂൽ കർണ പ്രകൃതി ഹേ, മാൻ ലേന സംസ്കൃതി ഹേ, സുധാർ ലേന പ്രകൃതി ഹേ. ഫൂൽ കർണ പ്രകൃതി ഹേ മീൻസ് മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് അവർ നേച്ചർ. To make a mistake is a part of our work, it's a nature. Man lena samskriti hai, acceptance of mistakes shows our culture. Sudhar lena pragati hai, correcting mistakes decides our stature. Progressive career is to recognize a mistake, accept a mistake and correct that mistake to improve yourself. ഇതാണ് ഒരു സംരംഭകത്വ സംസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മളെ കാണിച്ചു തന്നത് ടാറ്റയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൽ ഓരോ പോയിന്റുകളിലും അവസാനമായിട്ട് ഇപ്പോൾ ടാറ്റയിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തെറ്റ് കണ്ടാൽ തിരുത്താനും അത് വിജയത്തിലേക്ക് തിരികെ എത്തിക്കാനുമുള്ള ഒരു ക്ഷമാപൂർണമായിട്ടുള്ള സമീപനം ഓരോ സംരംഭകനും ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് വളരെ ആസ്വാദ്യകരമായിട്ട് വളരെ ആഹ്ലാദകരമായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്, അല്ലാതെ ഒരു ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. കാരണം വർക്ക് സൈഡ് പ്രഷറോ അല്ലെങ്കിൽ വർക്ക് സൈഡ് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെല്ലാം പറയാറുണ്ടെങ്കിലും പലപ്പോഴും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സംരംഭത്വം എന്ന് പറയുന്നത് അതെല്ലാം അതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഉള്ളതാണ്. പക്ഷേ പാഷനേറ്റായിട്ട് ഒരു ബിസിനസ് വളരെ ആഹ്ലാദകരമാക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ, അഭിമാനകരമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ, നാളെ അതിനൊരു ആദരണീയമായിട്ട് പൊതുജനം കാണേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ, എങ്ങനെയാണതൊരു അംഗീകാരപൂർണ്ണമായിട്ട് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിനെ വെറും ഒരു തൊഴിലായിട്ട് കാണുമ്പോഴാണ് ഇത് സംഭവിക്കാതെ പോകുന്നത്. വളരെ പാഷനേറ്റായിട്ട് വളരെ പാഷനേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉത്കടമായിട്ടുള്ള, വളരെ അത്യാവേശമുള്ള, വികാര വിക്ഷോഭമായിട്ടുള്ള അല്ലെങ്കിൽ കാമാതുരമായിട്ടുള്ള എന്നൊക്കെയാണ് ഗൂഗിളിൽ അർത്ഥം കാണുന്നത്. അത്രത്തോളം സ്വന്തം ജീവിതത്തോടും തൊഴിലിനോടും വലിയ ആവേശവും വലിയ സ്നേഹവും വലിയ വിശ്വാസവും വലിയ പ്രതിബദ്ധതയും എല്ലാം കാണിക്കുന്ന വാക്കിൻ്റെ അർത്ഥമാണ് പാഷനേറ്റ് എന്നുള്ളത്. അല്ലാതെ പാഷനേറ്റ് ആവുമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും പാഷനേറ്റ് ആവാൻ പറ്റില്ല. പാഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ
നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെയൊക്കെ ഏറ്റവും ഉൾത്തടങ്ങളിൽ നിന്ന് അതില്ലാതില്ല എന്ന് തോന്നുന്ന ഒരു വലിയ ത്വരയുണ്ടല്ലോ, അതാണ് പാഷൻ. ആ പാഷനോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ബിസിനസ്സിൽ വളരെ ആഹ്ലാദകരമായിട്ടുള്ള വിജയങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഈ പല വ്യക്തികളോടും പല ആൾക്കാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ, പല വിജയം നേടിയ വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം നമ്മൾ കേൾക്കുന്ന ഒരു കഥ കേൾക്കുന്ന സന്തോഷത്തോടെയാണ്, ഒരു കഥ കേൾക്കുന്ന സുഖത്തോടെയാണ് പലപ്പോഴും. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഓഫീസിലെ സെയിൽസ് ടീമിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ് ടീമായിട്ട് നിങ്ങൾ സംവദിക്കുമ്പോൾ എത്ര പേർക്ക് അതൊരു ഒരു ഒരു ത്രില്ലർ ജേണിയായിട്ട് തോന്നാറുണ്ട്? നിങ്ങളുടെ ഓഫീസിലെ ഇപ്പം എൻ്റെ തൊഴിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പണിത് ഹാൻഡ് ഓവർ ചെയ്ത് കല്ലിടുന്ന ദിവസം മുതൽ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ദിവസം വരെയുള്ള സംഭവങ്ങൾ മനസ്സിലൂടെ ഓർത്ത് നോക്കുമ്പോൾ ഒരു നോവൽ വായിക്കുന്ന സുഖം എനിക്ക് കിട്ടുന്നുണ്ടോ? അതിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആസ്വാദ്യകരമായിട്ട് പാഷനേറ്റായിട്ട് ചെയ്ത വ്യക്തിയാണ്. നിങ്ങളുടെ ഓഫീസിലെ കസ്റ്റമർ സർവീസ് ടീമിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ടഫ് കസ്റ്റമറെ വളരെ വളരെ കെയർഫുള്ളായിട്ട് വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അവരെ വളരെ സന്തുഷ്ടനായിട്ടുള്ള കസ്റ്റമറാക്കി മാറ്റാൻ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് റോൾ വഹിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം, നമ്മളുടെ ഇൻട്രാക്ഷൻസ് എല്ലാം, നമ്മുടെ ബിസിനസ് ആഗ്രഹങ്ങളെല്ലാം, നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കവിത കേൾക്കുന്ന പോലെ, ഒരു കവിത വായിക്കുന്ന പോലെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് പാഷനേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പല ആൾക്കാരും പല സ്ഥലത്തും എടുത്ത് പ്രയോഗിക്കുന്നൊരു വാക്കാണ് പാഷനേറ്റ് ആയിരിക്കുക എന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, 1% ആൾക്കാർക്ക് പോലും യഥാർത്ഥത്തിൽ പാഷനേറ്റായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ശ്രമത്തിലാണ് പല ആൾക്കാരും. ഞങ്ങളൊക്കെ അതിന് ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അങ്ങനെ ആവാൻ സാധിച്ചിട്ടില്ല. ഏത് സാഹചര്യം അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതൊരു സംഭവം എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴും അതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കവിത വായിക്കുന്ന സുഖം നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ പാഷനേറ്റ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് തുടങ്ങിയതെല്ലാം സിനിമാ ഗാനങ്ങളിലൂടെയാണ് ആകസ്മികമായി തുടങ്ങിയത് തന്നെയും പല പഴയ മലയാള സിനിമാ ഗാനങ്ങളും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്തരം ഗാനങ്ങളെല്ലാം എഴുതപ്പെട്ടതിന് ശേഷം ട്യൂൺ ചെയ്യപ്പെട്ടതാണ്. ഒരു ഗാനമുണ്ട്, അതായത് അശ്വതി എന്ന് പറയുന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ്റെ രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി ജയചന്ദ്രൻ തന്നെ ആലപിച്ച വളരെ മനോഹരമായിട്ടൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ ജീവിതം തന്നെ ഒരു കാവ്യ പുസ്തകമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം പോലും ഒരു കാവ്യ പുസ്തകമാണ്. അതിൽ കണക്കെഴുതാനുള്ള സ്ഥലമല്ല ഉള്ളത്. അതിൽ എഴുതാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ അതിൽ ആഹ്ലാദകരമായിട്ട് ആ ജീവിതം ചെയ്തു തീർക്കാനായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനേ നിങ്ങൾക്ക് സമയമുള്ളൂ. അവിടെ കൂടുതലും കിഴിക്കലും എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്തരം ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഇത് തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും, ഇത് തന്നെയാണ് എല്ലാ സംരംഭത്തിൻ്റെ കാര്യത്തിലും. അതിനെ ഒരു കാവ്യ പുസ്തകമായിട്ട് കണ്ട്, ചെറിയ കവിതയായിട്ട് കണ്ട്, അതിൽ വരികൾ എഴുതി ചേർത്ത് അതൊരു മഹാകാവ്യമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് ഓരോ സംരംഭകനും ഏർപ്പെടേണ്ടത്. നിങ്ങൾക്കൊരു വരി ചിലപ്പോൾ ഒരു ദിവസം എഴുതാൻ പറ്റും, ഒരു വാക്ക് ചിലപ്പോൾ ഒരു ദിവസം എഴുതാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ ഒരു ഖണ്ഡിക ഒരു ദിവസം എഴുതാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ ഒരു താള് എഴുതിച്ചേർക്കാൻ സാധിക്കും. അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് സുഖകരമായിട്ട് നിങ്ങൾക്ക് വായിച്ചു പോകാവുന്ന ഒരു കവിതയായിട്ട്, ഒരു കാവ്യപുസ്തകമായിട്ട്, ഒരു മഹാകാവ്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കുന്നോ അപ്പോഴാണ് നിങ്ങൾ നല്ല സംരംഭകനാവുന്നത്. ഈ പാട്ടൊന്ന് കേൾക്കാം. പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം.
ഗ്രന്ഥമിതാരോ തന്നു ഗ്രന്ഥമിതാരോ തന്നു മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വച്ചു ജീവന്റെ വിളക്കും കൊളുത്തി വച്ചു അവൻ ആവോളം വായിച്ചു മതിമറക്കാൻ കാവ്യപുസ്തകമല്ലോ ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം ഇന്നോ നാളെയോ വിളക്കു കെടും ഇന്നോ നാളെയോ വിളക്കു കെടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം മധുര കാവ്യമിതു മറക്കുന്നു ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു കാവ്യപുസ്തകമല്ലോ ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ ഏടുകളെവിടെ കാവ്യപുസ്തകമല്ലോ ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ആകസ്മികമായിട്ടാണെങ്കിലും ജയേന്ദ്രൻ നമ്മളെ വിടാതെ പിന്തുടരുകയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശ്രീ നഗരേഷ് സാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ സ്പിരിച്വാലിറ്റിയും ഹിന്ദുയിസവും എല്ലാമുള്ള കണക്ടിവിറ്റിയെ പറ്റിയിട്ട്. ഈ സ്പിരിച്വാലിറ്റി ഹിന്ദുയിസമായിട്ട് വല്ലാതെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണിത്. ജനുവരി മാസം അയോധ്യയിലെ ശ്രീ രാമചന്ദ്ര ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന സമയമാണ്. ഒരുപാട് നമ്മൾ രാമായണത്തെ പറ്റിയിട്ടും രാമക്ഷേത്രത്തെ പറ്റിയിട്ടും എല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നൊരു കാലമായിരുന്നത്. ഇപ്പോഴും ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് രാമായണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും രാമായണം എന്താണെന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് രാമായണത്തിൽ നിങ്ങൾ പഠിച്ച ബിസിനസ് പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. രാമായണം ഒരു ബിസിനസ് ഗ്രന്ഥമൊന്നുമല്ല എന്നാണ് പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാട്. പക്ഷെ രാമായണം വായിക്കുമ്പോഴും ഒരു നല്ല സംരംഭകന് അതിൽ ഒരുപാട് ബിസിനസ് സന്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയും. നമ്മൾ രാമക്ഷേത്രത്തെ പറ്റിയിട്ടും രാമായണത്തെ പറ്റിയിട്ടും രാമനെ പറ്റിയിട്ടുമൊക്കെ ചർച്ചകൾ നടത്തിയ ഈ സങ്കടകരമായിട്ടുള്ള കാര്യം ഈ സമയത്തൊന്നും അതിലടങ്ങിയിരുന്നൊരു ബിസിനസ് പാഠത്തെ പറ്റിയിട്ട് ഒരാളും ചർച്ചയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. രാമായണം എന്താണെന്ന് ചോദിച്ചാൽ 4 വരിയിൽ വേണമെങ്കിൽ രാമായണം എന്താണെന്ന് പറയാൻ പറ്റും. ഞാൻ ശ്രമിക്കുന്ന 4 വരിയിലെ രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ള ബിസിനസ് എന്താണെന്നുള്ളതാണ്. 4 വരിയിൽ രാമായണം അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും അവിടെ. ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരിയിൽ രാമായണത്തെ നമുക്ക് പറയാം. പൂർവ്വം രാമ തപോവനാധിഗമനം, ഹത്വാമൃഗം കാഞ്ചനം, വൈദേഹീകരണം, ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലിനിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, കൃത്വാരാവണ കുംഭകർണ നിധനം, ഏതസ്യ രാമായണം. രാമായണം കഴിഞ്ഞു. എന്നാൽ ഈ പ്രക്രിയയിലൂടെ ഈ ഇൻസ്റ്റൻസിലൂടെ ഈ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ വരിയിലും രാമായണം നമ്മളെ ബിസിനസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് വായിക്കുന്നില്ല. നമ്മൾ വായിക്കുന്നത് ജടായുമരണം, സുഗ്രീവ സംഭാഷണം വായിച്ചു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
രാമായണം മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മബോധമാണ്. ഇന്നലെ ജസ്റ്റിസ് പറഞ്ഞ അതേ വാക്കിലേക്ക് ഞാൻ പറയുന്നത്, ധർമ്മബോധമാണ് രാമായണം മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയ കാഴ്ചപ്പാട്. നീതിശാസ്ത്രമാണ് രാമായണം മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഏറ്റവും മികച്ച കാഴ്ചപ്പാട്. അപ്പോൾ ധർമ്മബോധത്തോടെയും നീതിശാസ്ത്രത്തോടും ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ എത്തിക്കലായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്ന് ആലോചിക്കാനായിട്ടുള്ള പ്രേരക ശക്തിയാണ് രാമായണം. വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിലൂടെ ധാർമ്മികതയിലൂന്നിയ സംരംഭകത്വങ്ങളെയാണ് രാമായണം മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. അത് അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ധർമ്മ ആൻഡ് എത്തിക്കൽ കോണ്ടക്ട് ഇൻ ഓൾ എൻഡവേഴ്സ് ടീച്ചേഴ്സ് അസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്. ഇതാണ് രാമായണം നൽകുന്ന ആദ്യത്തെ ബിസിനസ് സന്ദേശം. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ രാമായണത്തിൽ ശ്രീരാമൻ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഡിഫൈനിങ് ക്ലിയർ ഗോൾസ് ആൻഡ് ടേക്കിംഗ് സ്റ്റഡി സ്റ്റെപ്സ് ടുവേർഡ്സ് എ സക്സസ് റെസനേറ്റ് വിത്ത് അവർ ബിസിനസ് സ്ട്രാറ്റജീസ്. അത് സീതയെ മോചിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ലക്ഷ്യമൊന്നുമില്ല. ആ ലക്ഷ്യത്തിൽ ഇതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ലോർഡ് റാംസ് ജേണി ടു ലങ്ക, ഹിസ് മിഷൻ ടു ഫ്രീ സീത, കൺസ്ട്രക്ഷൻ ഓഫ് രാംസ് സേതു. ഇതേപോലെ മികച്ച കൂട്ടാളികളായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. ശ്രീരാമചന്ദ്രൻ തെറ്റിയില്ല കേട്ടോ. ശ്രീരാമചന്ദ്രൻ കൃത്യമായിട്ട് വാനരന്മാരെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിലില്ലാത്ത കഴിവുള്ള വാനരന്മാരെ പാർട്ട്ണറാക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് ചില പാർട്ട്നേഴ്സ് വാനരന്മാരായിട്ട് മാറും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന സമയം ശ്രീരാമചന്ദ്രൻ തെറ്റിയിട്ടില്ല. ശ്രീരാമചന്ദ്രൻ കൃത്യമായിട്ട് യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർമാരെ കണ്ടെത്തി. അങ്ങനെ ഒരു ഡിഫൈൻഡ് പാത്തിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫർട്സിലൂടെ അദ്ദേഹം സീതയെ മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലും ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് യു നീഡ് ക്ലിയർ ഗോൾസ്, യു നീഡ് ക്ലിയർ വേ ഫോർവേഡ്, യു നീഡ് ഗുഡ് പാർട്ട്നേഴ്സ് ടു ഡു ദാറ്റ്, ആൻഡ് യു നീഡ് ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ആൻഡ് യു നീഡ് വളരെ കൃത്യമായിട്ടുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയിട്ടുള്ള ആ മാർഗത്തിലേക്ക് എത്തിച്ചേർന്നേ അവസാനിപ്പിക്കൂ എന്നുള്ള ബോധ്യം ഇത് ശ്രീരാമചന്ദ്രൻ നമ്മളെ കാണിച്ചിട്ടാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതിൽ രാമായണം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അതായത് ശ്രീരാമൻ വനത്തിലേക്ക് പോയ സമയത്ത് മാരീചൻ അവിടെ വരികയാണ്. സ്വർണ്ണമാനായിട്ടാണ് വരുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല. സീതയ്ക്ക് തെറ്റിപ്പോയി. സീത അത് സ്വർണ്ണമാണെന്ന് കരുതുകയാണ്. ആ മാനെ പിടിച്ചേരാൻ പറയുകയാണ്. ബിസിനസ്സിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ 99% പൊന്നല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, പക്ഷേ മിന്നിക്കൊണ്ടിരിക്കും. അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയില്ല. കാരണം മിന്നുന്ന ഓഫേഴ്സ് ഒരുപാട് നിങ്ങളുടെ മുമ്പിലേക്ക് പലപ്പോഴും വരും. ആ വരുന്ന ഓഫറുകളെല്ലാം സ്വർണ്ണമാണെന്ന് കരുതിയാൽ അങ്ങനെ കരുതരുത് എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് നോട്ട് ബേസ്ഡ് ഓൺ സൂപ്പർഫിഷ്യൽ അലോർമെൻറ്റ്സ് ബട്ട് ഓൺ സ്ട്രോങ് റിസർച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് രാമായണം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ബിസിനസ് കാര്യം. ഇത് നമ്മൾ ഒരു പാഠം കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഈ മാനെ പിടിക്കാൻ പോയപ്പോൾ ലക്ഷ്മണൻ ചെയ്തൊരു കാര്യമുണ്ട്. വരച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, ഇതാണ് ലക്ഷ്മണരേഖ, ഇതിനെ മറികടക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഹാർവാർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കും റിസ്ക് റിവാർഡ് റേഷ്യോ ഇൻ എ ബിസിനസ്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കും റിസ്ക് ടോളറൻസ് ഇൻ ബിസിനസ്. അതാണ് ഈ ലക്ഷ്മണരേഖ. ഈ ലക്ഷ്മണരേഖ മറികടന്ന് പോയി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഒരു ഏത് കർത്തവ്യത്തിലും ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു ലക്ഷ്മണരേഖ ഉണ്ടാകണം എന്ന് പറഞ്ഞതും രാമായണത്തിൽ. ഇതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. നമ്മൾ വായിച്ചത് മാനെ പിടിക്കാൻ പോയ ലക്ഷ്മണനും സീതയെ പിടിച്ചുകൊണ്ടുപോയ രാവണനെ പറ്റിയിട്ടാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ട്രോങ് അലയൻസസ് വിത്ത് മെനി പാർട്ട്നേഴ്സ് ഇൻ മിഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി ഇൻ ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്സ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ കൂടെ കൂട്ടിയത് പക്ഷികളെയും ജടായുവിനെയും ഹനുമാനെയൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ കൂടെ കൂട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ടാണ് അവരെ കണക്കാക്കിയത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൂടെ കൂട്ടി അവരിൽ ട്രസ്റ്റ് നിലനിർത്തി അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് വിജയം നേടിയ കഥയാണ് രാമായണത്തിൽ പറയുന്നത്.
ഇത് തന്നെയാണ് ബിസിനസ്സിലും ചെയ്യാനായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന ഒരു ദൈവിക ഗ്രന്ഥമായി മാത്രം കാണാതെ രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കണ്ണുകൂടി സംരംഭകർ എന്നുള്ള നിലയിൽ നമുക്കുണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രാമായണം വ്യക്തമായിട്ട് കാണിക്കുന്ന എല്ലാ ബിസിനസ് കുടുംബങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് രംഗങ്ങളിലും എല്ലാ കുടുംബ ബിസിനസ്സിലുണ്ടാവുന്ന ഫെയില്യുവറും രാമായണം കാണിക്കുന്നുണ്ട്. ദശരഥൻ തൻ്റെ സക്സഷൻ പ്ലാൻ തിരഞ്ഞെടുക്കുകയാണ്. ശ്രീരാമനാണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ കലഹം ആരംഭിക്കുകയാണ്. ആ സക്സഷൻ പ്ലാൻ പൊളിഞ്ഞുപോയി. അപ്പോൾ എന്തുപറ്റി? രാമൻ കാട്ടിപ്പോണ്ടി വന്നു, ഭരതൻ രാജ്യം വേണം. എന്നാൽ ഇതിന് അവസാനം, രാമായണത്തിന് അവസാനം ശ്രീരാമചന്ദ്രൻ തന്നെ സക്സഷൻ പ്ലാൻ പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ രണ്ടായിട്ട് പകത്ത് ലവനും കുശനും രണ്ടായി കൊടുക്കുന്ന ഇടത്താണ് രാമായണത്തിൻ്റെ ആദ്യഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള സക്സഷൻ പ്ലാൻ വന്നു. ആ സക്സഷൻ പ്ലാൻ ഉണ്ടാവണം എന്ന് പറയുന്നതും രാമായണത്തിലുണ്ട്. നമ്മൾ പുസ്തകം മടക്കി വയ്ക്കും, കാരണം രാമായണം കഴിഞ്ഞല്ലോ. രാജ്യം രണ്ടായി പകത്ത് കൊടുത്തു, പുസ്തകം അടച്ചു, രാമായണം കഴിഞ്ഞു. ആക്ച്വലി ഓരോ ദിവ്യഗ്രന്ഥങ്ങളിലും ഓരോ ദർശനങ്ങളിലും ഓരോ ദൈവികമായിട്ടുള്ള രാമായണവുമായി ബന്ധപ്പെട്ട പല ഇടങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാമെന്നും എങ്ങനെ ഒരു നല്ല രീതിയിൽ വളരെ പാഷനേറ്റായിട്ടുള്ള ഒരു സംരംഭകത്വം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ വിജയകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ വ്യക്തികൾക്കും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന് എൻ്റെ സമയം അവസാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എത്തിച്ചേർന്ന് വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെറുതെങ്കിലും ഓർത്തിരിക്കാനുള്ള ചെറിയ ഓർമ്മകളെങ്കിലും ബാക്കി വെച്ചുകൊണ്ട് ഇവിടുന്ന് തിരികെ പോകാനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാ സംരംഭക ധൈര്യശാലികൾക്കും, കേരളത്തിൽ സംരംഭകത്വം എന്ന് പറയുമ്പോൾ ഒരു ധൈര്യം കൂടെ വേണം, എല്ലാ ധൈര്യശാലികൾക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നൽകിയ ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ ഭാരവാഹികൾക്ക് ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. അതുവഴി സമൂഹത്തിൽ വലിയ സംരംഭകത്വ വിജയവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.